പാതിവില തട്ടിപ്പിൽ മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്. കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചപ്പോൾ അനന്തകൃഷ്ണനെ മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാം സഹായിച്ചു എന്നാണ് ആരോപണം. തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ പ്രഖ്യാപനം ഉടനുണ്ടാകും. കെ.എം. എബ്രഹാമിന്റെ ബന്ധുവായ ബേബിയാണ് പൊന്നൂരിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത്. അനന്തകൃഷ്ണൻ നവകേരള സദസ്സിന് 7 ലക്ഷം രൂപ സംഭാവന നൽകിയെന്നും ലാലി വിൻസെന്റ് ആരോപിച്ചു. ഒക്ടോബർ 3 ഫ്രീസ് ചെയ്ത അക്കൗണ്ടിൽ ഈ ജനുവരി 31 അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു FIR ഇല്ലാതിരുന്നത്. ഈ കെ.എം. എബ്രഹാമിന്റെ ബന്ധു ബേബിയാണ് ഇവരുടെ പൊന്നുരുന്തിയിലുള്ള NGO കോൺഫെഡറേഷന്റെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. അവർക്ക് 46 ലക്ഷം രൂപയോളം കൊടുത്തതായി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇത് അഭിഭാഷക ഫീസാണെന്നായിരുന്നു ലാലിയുടെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. അനന്തകൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമായ BJP നേതാവ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതുകൊണ്ടെന്ന് സന്ദീപ് വാര്യറും ആരോപിച്ചു. AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, AN രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ നടപടിയെടുക്കരുത് എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് BJP നേതാക്കന്മാർക്കെതിരെ മാത്രം ഇതിൽ യാതൊരു നടപടി ഉണ്ടാകാത്തത്. അതേസമയം പാതിവില തട്ടിപ്പിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. CSR ഫണ്ടിന്റെ പേരിൽ വ്യാപക പണപ്പിരിവ് നടക്കുന്നുവെന്നാണ് 2024 ജൂലൈയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത്. വിശദ അന്വേഷണം നടത്തിയില്ലെങ്കിൽ കൂടുതൽ പേരുടെ പണം നഷ്ടമാകുമെന്നായിരുന്നു മുന്നറിയിപ്പ്. സംസ്ഥാന വ്യാപക തട്ടിപ്പിൽ നാളെ ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറങ്ങിയേക്കും. ക്രൈംബ്രാഞ്ച് ക്രമസമാധാന വിഭാഗം ADGPമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കേസ് കൈമാറേണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. 24 തിരുവനന്തപുരം.